പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാഷ്ട്രങ്ങളേറെ നിർണായകമായ ചർച്ചകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിൽ പ്രധാനമായും ഇന്ത്യയുടെ നീക്കമാണ് ഏറെ ഉറ്റുനോക്കുന്നത്. തന്ത്രപരമായ നയതന്ത്ര നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് സൗദി അറേബ്യയുമായി ബന്ധം ശക്തമാക്കാൻ ഒരു വശത്ത് ശ്രമം തുടരവേ മറുവശത്ത് വ്യാപാരത്തിൽ ചില കാതലായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇതുവരെ പശ്ചിമേഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മാറ്റി നിർത്തി ഇന്ത്യ മറ്റു ചില മാർഗങ്ങൾ നോക്കുകയാണ്. അതായത് ഒക്ടോബറിലെ എണ്ണ വാങ്ങൽ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ വെട്ടിക്കുറച്ചുവെന്ന് വ്യക്തമായി. പകരം റഷ്യയുടെ എണ്ണ വൻതോതിൽ വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇറാഖിൽ നിന്നാണ്, ശേഷം സൗദിയിൽ നിന്ന്. എന്നാൽ അടുത്ത കാലത്തായി ചില മാറ്റങ്ങൾ വന്നതായാണ് അറിയാൻ കഴിയുന്നത്. സൗദി അറേബ്യയേക്കാൾ ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി റഷ്യയെ ആശ്രയിക്കുകയാണ്. ഇതോടെ സൗദിയെ പിന്തള്ളി റഷ്യ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. എന്നാൽ ഒക്ടോബറിലെ കണക്കുകളിൽ ഇറാഖിനെയും പിന്തള്ളി റഷ്യയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പരമ്പരാഗതമായി തന്നെ ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നത് സൗദിയിൽ നിന്നാണ്. ആഭ്യന്തര യുദ്ധം കഴിഞ്ഞതോടെയാണ് ഇറാഖിൽ നിന്ന് കൂടുതലായി എണ്ണ ഇറക്കുമതി തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അടവ് മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാൻ തുടങ്ങിയതോടെ റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ എണ്ണ ഇറക്കുന്നത്. സാമ്പത്തികമായി നേട്ടമാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കിയത് 9,46,000 ബാരൽ എണ്ണയാണ്. ഇതുവരെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നതിന്റെ ഏറ്റവും ഉയർന്ന അളവാണിത്. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 22% വരും ഇത്. ഇറാഖിൽ നിന്ന് ഇന്ത്യ ഇറക്കിയത് 20.5% എണ്ണയാണ്. സൗദിയിൽ നിന്ന് 16%. ഒക്ടോബറിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതിയിൽ 5% വർധനവ് വരുത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇറക്കുന്നതിൽ 8% വർധനവാണ് വരുത്തിയതെന്ന് എനർജി ഇന്റലിജൻസ് കമ്പനിയായ വോർടെക്സ് കണക്കുകൾ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൗദിയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ കുറയ്ക്കുന്നു എന്നാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. റഷ്യ 1-ാം സ്ഥാനത്തേക്കും സൗദി 3-ാം സ്ഥാനത്തേക്കും മാറി എന്നതാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വന്നിരിക്കുന്ന മാറ്റം. സൗദിയും ഇന്ത്യയും തമ്മിൽ ഒരു വശത്ത് ബന്ധം ശക്തമാക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ മാറ്റം എന്നതും എടുത്തു പറയണം. സൗദിയുടെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഈ മാസം ഇന്ത്യ സന്ദർശിക്കാനിരിക്കവെയാണ് പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഉപരോധം ചുമത്തിയ പശ്ചാത്തലത്തിൽ റഷ്യ വില കുറച്ച് എണ്ണ വിൽക്കുകയാണ്. ഈ അവസരമാണ് ഇന്ത്യയും ചൈനയും മുതലെടുക്കുന്നത്. എന്നാൽ റഷ്യൻ എണ്ണ വിലയിൽ ആഗോള വിപണിയിൽ പരിധി നിശ്ചയിക്കാൻ അമേരിക്കയും യൂറോപ്പും നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെ വന്നാൽ വില കുറച്ച് വാങ്ങുന്നതിന് ഇന്ത്യക്ക് തടസ്സം നേരിടും. സെപ്റ്റംബറിൽ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓരോ ദിവസവും 8,07,000 ബാരൽ എണ്ണ എത്തിയിരുന്നു. ഒക്ടോബറിൽ ഇത് 7,06,000 കുറച്ചിരിക്കുകയാണ്. ഇറാഖിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടില്ല. റഷ്യയിൽ നിന്ന് കൂടുതൽ വാങ്ങുകയും ഇന്ത്യയിൽ നിന്ന് കുറയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. കോഡേജി ഫലത്തിൽ ലോകത്തെ പ്രധാന വിപണിയായ ഇന്ത്യ സൗദി അറേബ്യയ്ക്ക് നഷ്ടമാകുന്നത് ആ രാജ്യത്തിന് തിരിച്ചടിയാണ്. എന്നാൽ റഷ്യൻ എണ്ണയുടെ വരവ് കുറഞ്ഞാൽ വീണ്ടും സൗദിയെ ആശ്രയിക്കേണ്ടി വരും. മാത്രമല്ല വില ഉയരുകയും ചെയ്യും. റഷ്യയെ കൂടുതൽ കാലം ആശ്രയിക്കാൻ സാധിക്കില്ല എന്ന് ഇന്ത്യക്കറിയാം. അമേരിക്ക നിലപാട് കടുപ്പിച്ചാൽ ഇറാനെ കൈവിട്ട പോലെ റഷ്യയുടെ കാര്യത്തിലും ഇന്ത്യക്ക് പിൻവാങ്ങേണ്ടി വന്നേക്കാമെന്നും സൂചനകൾ പുറത്തുവരികയാണ്.